പുറത്തു നിന്ന് വന്ന മുടി മുഴുവൻ ഡ്രൈയും മെസ്സിയും ആകുന്നവരാണോ? ഇന്നത്തെ ഡേ 17 റൂട്ടീൻ ഇതിന് പെർഫെക്റ്റ് ആണ്. ഹായ് ബ്യൂട്ടീസ്, ഇന്ന് ഡേ 17 ഈവനിങ് ആണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഹോട്ട് ഓയിൽ മസാജ് ആണ് കേട്ടോ. ഞാൻ പുറത്തൊക്കെ പോയ ടൈമിൽ എൻ്റെ ഹെയർ നന്നായിട്ട് ജട പിടിച്ച് ആകെ ഫ്രിസ് ആയിട്ട് ഡ്രൈ ഹെയർ പോലെ ഭയങ്കര എന്താ പറയുക അൺഹെൽത്തി കണ്ടീഷൻ പോലെ എനിക്ക് ഫീൽ ആകാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ഏത് ഹെയർ ഓയിലാണോ അതെടുത്തിട്ട് എന്ത് ചെയ്യുക, ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ചൂടാക്കും. ഡയറക്റ്റ് ആയിട്ട് ഓയിൽ ഹീറ്റ് ആക്കരുത്. അങ്ങനെ ചെയ്ത ഓയിലിന്റെ ന്യൂട്രിയൻസ് കുറയും. സോ ഇപ്പൊ ഞാൻ ഇതുപോലെ സ്കാൽപ്പിൽ നന്നായിട്ട് ഹോട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ജെന്റിൽ മസാജ് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിലും സൈഡിലും ബാക്കിലും എല്ലായിടത്തും സ്കാൽപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓയിൽ അപ്ലൈ ചെയ്യണം. എന്നിട്ട് എല്ലായിടത്തും സർക്കുലേഷൻ കൊടുക്കാനായിട്ട് നമ്മളൊരു ജെന്റിൽ മസാജ് കൂടി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഹെയർ ലെങ്തിലും എക്സ്പെഷ്യലി ഹെയറിന്റെ എൻഡ്സിലെല്ലാം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു വൈഡ് കോംബോ ഉപയോഗിച്ച് നമുക്ക് മുടി ജെന്റിലായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മുടി മുകളിലേക്ക് വെച്ചിട്ട് ഒരു ലൂസ് ബൺ ഹെയർ സ്റ്റൈലിൽ നമുക്ക് കെട്ടിവെക്കാം. ഇപ്പോൾ ഇന്ന് രാവിലെയാണ് നമ്മളിങ്ങനെ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് ഈവനിങ് ഹെയർ വാഷ് ചെയ്യുക. അതല്ല ഇന്ന് ഈവനിങ് അല്ലെങ്കിൽ ലേറ്റ് ഈവനിങ് ആ ഒരു ടൈമിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നാളെ രാവിലെ ഹെയർ വാഷ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നാളെ ഒരു ഹെയർ പാക്ക് ആണ് അപ്ലൈ ആക്കാൻ പോകുന്നത്. സോ കൺസിസ്റ്റൻസി ഫോളോ ചെയ്ത റിസൾട്ട് ഉറപ്പാണ്. ഡേ 17 കംപ്ലീറ്റ്, ഡേ 18 നമുക്ക് ഹെയർ പാക്ക് റെസിപ്പി കാണാം. ഡോണ്ട് മിസ് ഇറ്റ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.